ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്ട് ഏതാണ്? എന്തുകൊണ്ടാണ് ആ ഒരു സ്പോർട്ട് ഫേവറേറ്റ് ആയത്? അതിനെക്കുറിച്ച് പറയാമോ? ഫേവറേറ്റ് സ്പോർട്ട് ഫുട്ബോളാണ്. ഫുട്ബോൾ ആവാനുള്ള കാരണം ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. എൻ്റെ നാട് മലപ്പുറമാണ്, അപ്പോൾ അറിയാലോ ആ ഒരു സ്പിരിറ്റ്, ഫുട്ബോളിനോടുള്ള ഒരു സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റ് ഇന്നും കാത്തു സൂക്ഷിക്കുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു. സ്പോർട്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഫേവറേറ്റ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ്, പിന്നെ ടെന്നീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിൽ എനിക്ക് ഫേവറേറ്റ് വിരാട് കോഹ്ലി ആൻഡ് എ ബി ഡിവിലിയേഴ്സ്. സോ ഞാനൊരു RCB ഫാനും കൂടെയാണ്. സോ ടെന്നീസിൽ റോജർ ഫെഡറർ. എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ സ്പോർട്സ് ബിയോണ്ട് ബൗണ്ടറീസ് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓൾസോ ദെയർ സ്പിരിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ ഐ എൻജോയ് വാച്ചിങ്. ഹായ്, ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്ട് ഫുട്ബോളാണ്. ആ സ്പോർട്ട് ഫേവറേറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തെ ഞാൻ കണ്ടു വളർന്ന ഒരു സ്പോർട്ടാണ്. അത് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പോയി കളിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു കണക്ഷൻ, ഒരു കൊംറേഡറി, ഒരു എസ്കേപ്പാണ്. ലൈക്ക് നമ്മുടെ നോർമൽ ജീവിതത്തിൽ നിന്നും നമ്മുടെ ബാക്കിയുള്ള സ്ട്രെസ്സിൽ നിന്നും എല്ലാം ഒരു എസ്കേപ്പാണ് ഫുട്ബോൾ. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാനൊരു ആർസണൽ ഫാനായി. ഐ മീൻ ആർസണൽ ഫാൻ. സോ ആർസണലിൻ്റെ എല്ലാ കളികളും പറ്റുമെങ്കിൽ എന്തായാലും കാണും. അപ്പോൾ അങ്ങനെ ഞാനൊരു ഫുട്ബോൾ ലവറായി. പിന്നെ വെച്ചാൽ ഫുട്ബോൾ ഈസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഫുട്ബോൾ വെച്ച് എക്സ്പ്രസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഫുട്ബോൾ ഈസ് ലൈഫ്. ഓക്കെ, ഫുട്ബോളാണ് ഫേവറേറ്റ് സ്പോർട്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഫുട്ബോൾ എപ്പോഴും ഫ്രണ്ട്സായിട്ട് എപ്പോഴും കളിക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കളിച്ച് അതൊരു അഡിക്ഷനായി മാറിയായിരുന്നു. അപ്പോൾ എപ്പോഴും സ്പോർട്സൊക്കെ ഗെയിംസൊക്കെ എപ്പോഴും എന്താ പറയുക അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബ്രസീലിൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ നെയ്മറിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബ്രസീലും പിന്നെ മെയിനായിട്ട് നെയ്മറിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ അപ്ഡേറ്റ്സ് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുട്ബോളിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി. അങ്ങനെ അത് ഡൈവേഴ്സിഫൈ ആയി. അങ്ങനെ എല്ലാ ടീംസിനെ പറ്റി അറിയാൻ പറ്റി. അങ്ങനെ പല പല പ്ലേയേഴ്സിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റി. അങ്ങനെ എപ്പോഴും റെഗുലറായിട്ട് വാച്ച് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പക്ഷേ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുന്നുണ്ട്. ഫുട്ബോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട. പക്ഷേ എന്നാലും പണ്ടത്തെ പോലെ ഒരു രീതിയിൽ കളിക്കാൻ പോകാൻ പറ്റണില്ല. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ കളിക്കാൻ പോയിട്ട് കുറേ എത്രയും മോർ ദാൻ 2 years എന്തോ ആയിട്ടുണ്ടാവും ഫുട്ബോൾ കളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഫേവറേറ്റ് സ്പോർട്ടായിരിക്കുന്നത് ഫുട്ബോൾ തന്നെയാണ്.